പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പുസ്തക ചർച്ച എന്ന് പറയുമ്പോൾ ഒരു പുസ്തകമല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊരു സാധാരണ രീതി വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. മുൻകാലത്ത് അതായിരുന്നില്ല, അധ്യക്ഷനായിരുന്നു സർവ അധികാരിയായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതിന് രണ്ടിനുമിടയിൽ ആമുഖമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, മാർക്സിസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ലോകവ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി, ദേശീയ വ്യാപകമായും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട ഒരുവിധം വിവരമുള്ള എല്ലാ കോണുകളിൽ നിന്നും ഇന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വശത്ത് ഇപ്പോൾ 2008 ആരംഭിച്ച സബ്പ്രൈം ക്രൈസിസിനെ തുടർന്ന് മുതലാളിത്ത ലോകത്ത് വന്നു ഭവിച്ചിട്ടുള്ള ആ പ്രതിസന്ധി ഇന്നും തുടരുകയാണ്, കൂടുതൽ രൂക്ഷമായിക്കൊണ്ട്. അപ്പോൾ ഇന്നത്തെ തന്നെ പത്രത്തിൽ കാണുന്നു, നരേന്ദ്രമോദിയുടെ യാതൊരു മുറിവൈദ്യവും ഫലിക്കാതെ ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഗോള വ്യാപകമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം. അപ്പോൾ ഇന്ത്യയിൽ പോലും വളരെ രൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റ് വികസിത രാജ്യങ്ങളിലുടനീളം അതതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന തലം വിട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും, ഒരുപക്ഷെ പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പോലും യുദ്ധങ്ങളിലേക്കും, മധ്യപൂർവ്വദേശത്തെ പ്രതിസന്ധി അടക്കം സാമ്രാജ്യത്വ ശക്തികൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ് എന്ന അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലേക്കും ഒക്കെ നീങ്ങുക. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ചർച്ച? അപ്പോൾ ഈ ചർച്ച പൊതുവിൽ ഇന്നത്തെ ലോകത്ത് മുതലാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥ വളരെയേറെ വഴിമുട്ടിയ ഒരവസ്ഥയിലെത്തുമ്പോൾ ഇതിനപ്പുറത്തേക്ക് കടന്ന് മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി, അതൊരു സോഷ്യലിസത്തിൻ്റെ വഴി മാത്രമാണ് എന്ന രീതിയിലേക്ക് ചരിത്രപാഠങ്ങൾ നമ്മളെയെല്ലാം പഠിപ്പിക്കുമ്പോഴും മറ്റൊരു വശത്തുകൂടി സോഷ്യലിസവും അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരവസ്ഥയിലാണ് സോമശേഖരൻ ഈ പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്ത് ആ വിപ്ലവത്തിന് വേണ്ടി ബോൾഷെവിക് പാർട്ടി മുന്നോട്ട് വരുമ്പോൾ അന്ന് റഷ്യയിലൊക്കെ ലെനിനേക്കാൾ വലിയൊരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായി അറിയപ്പെട്ടിരുന്ന പ്ലഖനോവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സൈദ്ധാന്തികരും നിശിതമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഒരു സോഷ്യലിസ്റ്റ് സമൂഹം നിലവിൽ വരാൻ വേണ്ട സാമൂഹ്യ സാമ്പത്തിക വളർച്ച സോവിയറ്റ് യൂണിയനിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇതൊരു സാഹസിക നടപടിയാകും എന്ന്. അപ്പോൾ ആ വിമർശനത്തെ ശരിവെച്ചുകൊണ്ട് ലെനിനും പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിന് വേണ്ട സാമൂഹ്യ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അധികാരം ആദ്യം പിടിച്ചെടുത്തതിന് ശേഷം പരമാവധി വേഗത്തിൽ സോഷ്യലിസത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സാമൂഹ്യ സാമ്പത്തിക വളർച്ച നേടിയെടുത്തുകൂടാ? അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും തുടർന്ന് സോഷ്യലിസത്തിന് വേണ്ട മറ്റ് തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അന്ന് ലെനിനൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്, വികസിത യൂറോപ്യൻ നാടുകൾ അതിവേഗം ഒരു വിപ്ലവത്തിലേക്ക് നീങ്ങും, അങ്ങനെ സോഷ്യലിസത്തിൻ്റെതായ ഒരു സാർവദേശീയ ബ്ലോക്ക് നിലവിൽ വരും, റഷ്യയിൽ മാത്രമായിട്ട് വിപ്ലവത്തിന് അധികകാലം ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരികയില്ല എന്നായിരുന്നു. പക്ഷേ ഏതാണ്ട് 1922 ജർമ്മനിയിലെ വിപ്ലവ ശ്രമവും പരാജയപ്പെട്ടതോടുകൂടി ഇനി ഉടനെയെങ്ങും പടിഞ്ഞാറൻ യൂറോപ്പിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഒരു വിപ്ലവം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് സോവിയറ്റ് യൂണിയന് ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഏതാണ്ട് ആ സമയത്തോടുകൂടി ലെനിൻ പൂർണ്ണമായും രോഗാതുരനായി ബെഡിലേക്ക്, അതായത് കിടക്കയിലേക്ക്, അതായത് പൂർണ്ണമായും ഒരു പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരവസ്ഥയും വന്നു. അപ്പോൾ തുടർന്നുള്ള കാലയളവിൽ ഒരു രാജ്യത്ത് മാത്രമായിട്ട് സോഷ്യലിസ്റ്റ് നിർമ്മാണം സാധ്യമാകും, സോഷ്യലിസ്റ്റ് സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയും എന്നതടക്കമുള്ള ലെനിനിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മളൊക്കെ ഇനിയും പഠിച്ചു വളരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലെനിനിസം എന്നൊരു പേരിൽ ഒരു നിർവചനം നൽകി അവതരിപ്പിച്ചത് സഖാവ് സ്റ്റാലിനാണ്. അപ്പോൾ സ്റ്റാലിൻ്റെ ആ നിലപാടുകളിൽ ഇപ്പോൾ 1928 കോമിൻറ്റേൺ, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കോമിൻറ്റേണിൽ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കർക്കശമായ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. സാമൂഹ്യ വളർച്ചയുടെ ഘട്ടങ്ങൾ ഏത് എന്ന് നോക്കാതെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണിപ്പട എന്ന രീതിയിൽ തന്നെയുള്ള കൺസെപ്റ്റോടുകൂടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകരിക്കപ്പെടണം മുഴുവൻ രാജ്യങ്ങളിലും. അത് ഏറ്റവും പിന്നോക്ക ആഫ്രിക്കൻ രാജ്യത്തായാൽ പോലും അങ്ങനെ വേണം. അങ്ങനെയല്ലാത്ത പാർട്ടികൾക്കൊന്നും കോമിൻറ്റേണിൽ അംഗത്വം കൊടുക്കുകയില്ല എന്ന രീതിയിൽ ഒരു കർശനമായ കോമിൻറ്റേണിൻ്റേതായ, മൂന്നാം ഇൻ്റർനാഷണലിൻ്റേതായ ഒരു കാർക്കശ്യത്തിലേക്ക് അത് നീങ്ങുകയുണ്ടായി. ഇന്ത്യയിലടക്കം അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണിപ്പടയായ പാർട്ടി എന്ന സങ്കല്പത്തിലാണ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സായുധ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരിക, നിയമം വഴി സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക, എല്ലാം പൊതു ഉടമയിലേക്ക് കൊണ്ടുവരിക,
ഒരു പാർട്ടിക്ക് മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതിയിൽ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന പേരിലുള്ള ഒരു സാമൂഹ്യ ക്രമം രൂപീകരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് നിർമ്മാണം ഏറ്റെടുക്കുക എന്ന് തുടങ്ങി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അത്തരം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു ശ്രമം പക്ഷേ ഇന്ന് നമുക്കറിയാം, ചരിത്രത്തിന്റെ ഉരകല്ലിന് മുമ്പിൽ അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് ഇന്ന് അംഗീകരിക്കേണ്ട വസ്തുതയാണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും തകർന്നു. ഇന്ന് തകർന്നില്ല എന്ന് പറയപ്പെടുന്ന സോഷ്യലിസ്റ്റ് എന്ന് വിളികൊള്ളുന്ന രാജ്യങ്ങൾ പോലും കമ്പോള സമ്പദ്ഘടനയിലേക്ക് നീങ്ങാതെ അവർക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇന്ന് മുതലാളിത്ത ലോകം വളരെ വലിയ വിജയാഘോഷം മുഴക്കുന്നുണ്ട്. ഒരു വശത്ത് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പഴയ മട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രമായി കുറച്ചെങ്കിലും ജനപിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നേക്കുമായി ചരിത്രം സോഷ്യലിസത്തിന്റെ പാതയെ നിഷ്കാസനം ചെയ്തു എന്ന രീതിയിലാണ് അത്തരക്കാര് ആഘോഷം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ള ഈ തിരിച്ചടി എങ്ങനെ നോക്കിക്കാണണം എന്നതാണ് ഇന്ന് ലോകത്തിലെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുന്നിലുള്ള ഒരു പ്രശ്നം. അപ്പൊ അത് പഴയ മട്ടിൽ ഇപ്പൊ ഇതിൽ നിന്ന് രണ്ട് നിലപാടുകളിലേക്ക് എത്തുന്നവരുണ്ട്. ഒന്ന് ലിബറൽ ജനാധിപത്യത്തിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് സാധ്യമാകുന്ന ജനാധിപത്യം ഒക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മുതലാളിത്ത ക്രമം അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്ന ആഹ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് കേരളത്തിൽ അത്തരം ആളുകളെ വളരെ പരിചയമുണ്ട്. ഒരു കാലത്ത് വലിയ വലിയ വിപ്ലവ ശ്രമങ്ങളുടെ മുന്നിൽ നിന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് തിരിച്ച് ഈ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ഒരു കാൽപ്പനിക സ്വപ്നം മാത്രമായിരുന്നു, അതിന് പ്രായോഗികതയില്ല എന്ന് ചരിത്രം തെളിയിച്ച സ്ഥിതിക്ക് ലിബറൽ ജനാധിപത്യ മുതലാളിത്തത്തിനകത്ത് ഉള്ള സാധ്യതകൾ, ജനാധിപത്യത്തിന്റെ ഇടങ്ങളെ അതിനകത്ത് എത്ര കണ്ട് വിശാലമാക്കാം എന്ന ഒരു പരിശോധനയ്ക്കപ്പുറം മനുഷ്യരാശിക്ക് സാധ്യതയില്ല എന്നുള്ള വിധിയെഴുത്തുകൾ ഒരു വശത്ത് നിന്ന് വരുന്നു. മറ്റൊരു വശത്ത് നമ്മൾ ദയനീയമായിട്ട് കാണുന്ന മറ്റൊരു വസ്തുത, ഇപ്പോൾ ഈ പരീക്ഷണം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഹതാശരാകേണ്ട ആവശ്യമില്ല. കാലവും ലോകവും മാറുന്നതിനനുസരിച്ച് സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനം എന്ന് ലെനിൻ തന്നെ വിളിച്ച അർത്ഥത്തിൽ മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രയോഗം, അതിന്റെ സംഘടനാ പദ്ധതി, രാഷ്ട്രീയ പദ്ധതി എല്ലാം തന്നെ മാറേണ്ടതുണ്ട്. അല്ലാതെ ഒരു 5 വയസ്സിലിട്ട കുപ്പായം 100 വയസ്സിലും ഇടുന്ന ഒരു കോമാളിത്ത രീതിയിൽ പഴയകാല ചില സിദ്ധാന്തങ്ങൾ ഒരു മതപ്രമാണം പോലെ മാർക്സിസത്തിന്റെ അടിസ്ഥാന ശിലകളാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഒരു വിടാപ്പിടിയായിട്ട് കൊണ്ടു നടക്കേണ്ടതില്ല എന്നൊരു ബോധ്യത്തിലേക്ക് പലരും എത്തുന്നില്ല. അതെത്തിച്ചേരാതെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് വന്ന തിരിച്ചടിയുടെ പ്രശ്നം രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള മേഖലകളിൽ അന്വേഷിക്കാതെ അടവ് തന്ത്രങ്ങളിൽ അല്പസ്വല്പം നീക്കുപോക്കുകൾ നടത്തിയാൽ മതി, അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വ്യക്തികൾ കള്ളന്മാരായതാണ്, വ്യക്തികൾക്ക് വന്ന മൂല്യച്യുതിയാണ്, അപ്പോൾ അത് പരിഹരിച്ചാൽ മതി എന്ന രീതിയിൽ വളരെ ഉപരിപ്ലവമായി മാത്രം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്നുപെട്ടിട്ടുള്ള ഈ വിപര്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതി ഇന്ന് ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രബലമായി നിൽക്കുകയാണ്. അപ്പോൾ കൊളോണിയൽ തീസീസ് എന്ന് പറയുന്നത് കോളനികൾ ഇന്ന് പ്രായേണ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞ് 10-60 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അതേപടി കൊണ്ടു നടക്കുകയും ഇതാണ് മാർക്സിസം എന്ന് കരുതുകയും ചെയ്യുന്ന രീതിയിലുള്ള, മാർക്സ് ഒരിക്കലും വിഭാവനം ചെയ്യാത്ത രീതിയിലുള്ള ചില സിദ്ധാന്ത ശാഠ്യങ്ങളിലേക്ക്, മതസ്വഭാവങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നതിനെ കൊണ്ടെത്തിക്കുന്ന ധാരകൾ ഇന്ന് വളരെ പ്രബലമാണ്. അപ്പൊ അത്തരം പ്രബലമായ ധാരകൾക്ക് ഇന്ന് സമൂഹം ഇടതുപക്ഷത്തിന്റെ ഒരു പുനരുജ്ജീവനം വല്ലാതെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും നേരിയ ഇടർച്ചകളിൽ നിന്ന് പോലും മുതലെടുക്കാൻ കഴിയും വിധം അതിശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇന്നൊരു കാലത്ത് ഇത്തരമൊരു ആത്മാന്വേഷണമില്ലാതെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ സോമശേഖരന്റെ പുസ്തകമൊക്കെ വരുന്നത്. അപ്പൊ ഇന്ന് മറ്റൊരു വശത്തുകൂടി സോഷ്യലിസം കൂടിയേ തീരൂ എന്ന അർത്ഥത്തിലേക്ക് മുതലാളിത്ത ലോകത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പൊ പാരിസ്ഥിതിക രംഗത്ത് ഇന്ന് മുതലാളിത്തത്തിന്റെ ലാഭത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഉൽപ്പാദന സമ്പ്രദായം ലോകത്തെ എത്തിച്ചേർക്കുന്നത് ഏതാണ്ട് ഒരു സർവനാശത്തിലേക്കാണ് എന്ന കാര്യം ശാസ്ത്രലോകമൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ അങ്ങനെ മുന്നറിയിപ്പ് നൽകുമ്പോഴും ലാഭത്തെ മാത്രം അടിസ്ഥാനമാക്കി ഉൽപ്പാദന പ്രവർത്തനം നടത്താൻ കഴിയുന്നതായ മൂലധനാധിപത്യത്തിന് കയറൂരി വിടുന്ന മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് സ്വയം മനുഷ്യരാശിയുടെ താല്പര്യങ്ങളെ കണക്കിലെടുക്കുന്ന മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യവും പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂലധനാധിപത്യത്തിന് മേൽ സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്ന, ലാഭത്തിന് വേണ്ടിയല്ലാതെ മനുഷ്യരാശിയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി
ഉൽപ്പാദനം സംഘടിപ്പിക്കുന്ന പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കടന്നു പോകാതെ അധിക കാലമൊന്നും മനുഷ്യരാശിക്ക് അതിജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിൽ ആ വശത്തുകൂടിയുള്ള വലിയ വെല്ലുവിളികൾ വരുമ്പോൾ പഴയ രീതിയിലുള്ള ആ വിടാപ്പിടികളിൽ നിൽക്കുന്ന പല ആളുകളും വികസനത്തെക്കുറിച്ചൊക്കെയുള്ള വറുപഴഞ്ചൻ നിലപാടുകളുമായിട്ട് ഇതാണ് മാർക്സിസ്റ്റ് നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അപഹാസ്യരാകുന്ന കാഴ്ചയും നമുക്ക് കാണാനുണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ സോമശേഖരന്റെ ഒരു പുസ്തകം ചർച്ച എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, പുസ്തകത്തിന്റെ ഒരു പ്രൊമോഷൻ അല്ല ഇവിടെ ലക്ഷ്യം. അതൊരു ലക്ഷ്യമേ അല്ല. പുസ്തകത്തിന്റെ പ്രൊമോഷനല്ല, മറിച്ച് ഈ സോഷ്യലിസ്റ്റ് എന്ന രീതിയിലുള്ള വലിയ വലിയ ലോകത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത, അതായത് ഇപ്പോൾ സോവിയറ്റ് പരീക്ഷണം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ലോകത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിൽ സോവിയറ്റ് യൂണിയന്റെ ആ വിപ്ലവവും അതിനെ തുടർന്നുണ്ടായിട്ട് നിലവിൽ വന്ന ആ രാഷ്ട്രവും വഹിച്ച വമ്പിച്ച പങ്കിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇനിയൊരു മോഡലായിട്ട് അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ പോലും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പുസ്തകം എന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങി നിന്ന് ചർച്ചയല്ല ഇവിടെ വേണ്ടത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇന്ന് ലോകവും കാലവും ആവശ്യപ്പെടുന്ന സോഷ്യലിസത്തിന്റെ ഒരു പുനരുജ്ജീവനത്തിൻ്റെതായ ഒരു പുതുവഴികൾ തേടേണ്ടതിൻ്റെതായ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിദ്ധാന്തം, അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ പുസ്തകത്തിന്റെ മേൽ ചർച്ച എന്ന് പറയുമ്പോൾ വളരെ ഉപരിപ്ലവമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് കടന്നു വന്ന പ്രത്യക്ഷമായ ചില ജീർണതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ പാടില്ല. അല്ലെങ്കിൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആഴത്തിലേക്ക് പോകുന്ന, അതിൻ്റെ അടിവേരുകളെ തന്നെ ബാധിച്ചിരിക്കുന്ന ജാട്യത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ എന്ത്, അതിനെങ്ങനെ ഒരു മാറ്റം സാധ്യമാകും, സോഷ്യലിസത്തിന്റെ 21ാം നൂറ്റാണ്ടിലെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ പരിപ്രേക്ഷ്യം എങ്ങനെ ലോകത്ത് രൂപപ്പെടുത്തും, അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാതെ സോഷ്യലിസത്തിന് ഇനിയൊരു ഭാവിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചറിവ് എല്ലാവരും പങ്കുവെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരമൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സോമശേഖരന്റെ പുസ്തകത്തെ നിശിതമായ വിമർശനത്തിന് ഒരു വശത്ത് വിധേയമാക്കുകയും ആ പുസ്തകത്തിൽ പറയുന്നത് അല്ലാത്തതടക്കം നമ്മൾ നേരത്തെ വിവക്ഷിക്കുന്ന വലിയ വലിയ വിഷയങ്ങൾ വേറെ ഒരുപാടുണ്ട്. ഒരു ചെറിയ പുസ്തകത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നൊന്നുമല്ല. അതേക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താനും ഇവിടെ വന്നിരിക്കുന്ന അതിന് കഴിവുള്ള ആളുകളെ തന്നെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്, അല്ലാത്ത ആരെയും ക്ഷണിച്ചിട്ടില്ല. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് സാധാരണ രീതിയിൽ നല്ല 4 വാക്ക് പറയാൻ 15 ആളുകൾ വിളിക്കുക എന്ന രീതിയിലല്ല വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കഴിവുറ്റ ആളുകളാണ്. ആ രീതിയിൽ അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെക്കുറെ ഒരു 40-50 മിനിറ്റിൽ ഒതുക്കി, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനുള്ളവർക്ക് സമയമെടുക്കണേ തീർച്ചയായിട്ടും ഒരു വിരോധവുമില്ല. കാരണം ഈ വിഷയം വളരെ വലുത് തന്നെയാണ്. ചർച്ച സമ്പുഷ്ടമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു മുഖവുരയില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ സഖാവ് MP പരമേശ്വരനെ വിളിക്കുകയാണ്.